എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഇൻ അഡ്വാൻസ്. ഞാൻ നിങ്ങളുടെ വിപിത പ്രകാശ്. ഒക്ടോബർ 20 ദീപാവലിയാണ്. ദീപാവലിക്ക് നമ്മൾ ലക്ഷ്മി കുബേര പൂജ വീട്ടിൽ ചെയ്യും. ലക്ഷ്മി കുബേര പൂജ വീട്ടിൽ ചെയ്യുന്നതിലൂടെ സാമ്പത്തികമായി വളരെ നല്ല രീതിയിലുള്ള നേട്ടം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ദീപാവലി ദിനത്തിൽ മാത്രമാണോ നമുക്ക് ലക്ഷ്മി കുബേര പൂജ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അല്ല. നമുക്ക് എല്ലാ മാസത്തിലും വരുന്ന അമാവാസ ദിനങ്ങളിൽ അല്ലെങ്കിൽ പൗർണമിയിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ വ്യാഴാഴ്ച ദിവസം കുബേര കാലത്ത് നമുക്ക് ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നത് തീർച്ചയായിട്ടും സാമ്പത്തിക നേട്ടം വീട്ടിൽ കൊണ്ടുവരും. എന്നാൽ ദീപാവലിയിൽ ചെയ്യുന്ന ലക്ഷ്മി കുബേര പൂജ വളരെ വിശേഷമാണ്. പലരും ദീപാവലി ദിനത്തിലാണ്, അതായത് ദീപാവലിയുടെ ദിവസമാണ് ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നത്. എന്നാൽ ദീപാവലിക്ക് മുൻപുള്ള ധന്തേറാസ് എന്നൊരു ദിവസമുണ്ട്. ത്രയോദശി തിഥിയിൽ വരുന്ന ധന്തേറാസ് എന്ന ദിനത്തിൽ നമ്മൾ ലക്ഷ്മി കുബേര പൂജ വീട്ടിൽ ചെയ്യുന്നത് വളരെ നല്ലത്. 2025 ധന്തേറാസ് വരുന്നത് ഒക്ടോബർ 18 ശനിയാഴ്ച. പൂജ ചെയ്യേണ്ട സമയം വൈകുന്നേരം 7:16 മുതൽ 8:20 വരെ. എന്താണ് ധന്തേറാസ്? ധൻ ത്രയോദശി എന്നും ഈ ദിവസം അറിയപ്പെടുന്നു. ധൻ ത്രയോദശിയിലാണ് മഹാലക്ഷ്മി ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് വിശ്വാസം. അതായത് ദേവന്മാർ കടലിൽ പാൽ കടഞ്ഞെടുക്കുമ്പോൾ ആദ്യമായി മഹാലക്ഷ്മിയും ധന്വന്തരി ഭഗവാനും പ്രത്യക്ഷപ്പെട്ടു. ധന്വന്തരി ഭഗവാൻ ഗോഡ് ഓഫ് ഹെൽത്ത്, മഹാലക്ഷ്മി ഗോഡ് ഓഫ് വെൽത്ത്. ഈ ദിവസം നമ്മൾ ധൻ ത്രയോദശി ധന്തേറാസ് എന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഈ ദിനത്തിൽ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നതിലൂടെ സകല സൗഭാഗ്യങ്ങളും വീണ്ടെടുക്കാൻ സാധിക്കും. അതായത് കുബേരദേവൻ ലക്ഷ്മിയെ നോക്കി പൂജ ചെയ്ത് തൻ്റെ നഷ്ടപ്പെട്ട സകല സൗഭാഗ്യങ്ങളും വീണ്ടെടുത്തത് ഇതേ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ധന്തേറാസ് ദിനത്തിൽ, അതായത് ധൻ ത്രയോദശി ദിനത്തിൽ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നതും ധന്വന്തരി ഭഗവാന് ധന്വന്തരി പൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നതിന് വേണ്ടി ലക്ഷ്മി കുബേര സ്വാമിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുൻപിലായി 2 കുബേര ദീപങ്ങൾ തെളിയിച്ചു വയ്ക്കുക. കുബേര പാനയുണ്ടെങ്കിൽ 5 അടുക്കുകളുള്ള പാനയാണെങ്കിൽ നവധാന്യങ്ങൾ, നവരത്നങ്ങൾ, പഞ്ചലോഹങ്ങൾ, ഏലയ്ക്ക, പച്ചക്കർപ്പൂരം, ലക്ഷ്മി കുബേര കോയിൻസ് എന്നിവ നിറച്ചു വയ്ക്കാം. കുബേര യന്ത്രം വയ്ക്കുക. ലക്ഷ്മി കുബേര സ്വാമിയുടെ വിഗ്രഹമുണ്ടെങ്കിൽ ആ വിഗ്രഹത്തിന് മുൻപിലായി ഒരു തട്ടത്തിലേക്ക് 108 ലക്ഷ്മി കുബേര കോയിൻസോ അല്ലെങ്കിൽ 5 രൂപ നാണയങ്ങളോ നിറച്ച് നടുക്കായി വെറ്റില വയ്ക്കുക. ആ വെറ്റിലയിലേക്ക് 108 തവണ ലക്ഷ്മി കുബേര മന്ത്രങ്ങൾ ചൊല്ലി കുങ്കുമാർച്ചന നടത്തുക. മന്ത്രം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ലക്ഷ്മി കുബേര സ്വാമിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഇല്ലെങ്കിൽ പകരം മഹാലക്ഷ്മിയുടെ ഫോട്ടോ വയ്ക്കാവുന്നതാണ്. സ്പീഡിൽ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ 2 തവണ കേൾക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം ശരവണ ഭവ.